നമസ്കാരം. പരിസരത്താകെ ദുർഗന്ധം. ഉള്ളിൽ അങ്ങിങ്ങായി മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും അടക്കം ചീഞ്ഞു നാറുന്ന മാലിന്യം. ഭിത്തിയിലാകെ വിരുത്താമ്പലും പൊടിപടലവും. മൊത്തത്തിൽ ആരിലും അറപ്പുളവാക്കുന്ന അന്തരീക്ഷം. വിനോദസഞ്ചാരികളും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുമടക്കം ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മറയൂർ ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിന്റെ നിലവിലെ സ്ഥിതി ഇങ്ങനെ. മൂക്കു പൊത്താതെ അകത്ത് കടക്കാനാവാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ എത്തുന്നവർ പാക്കറ്റുകളും പ്ലാസ്റ്റിക് കൂടുകളും മറ്റും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് പതിവായിട്ടുണ്ട്. ശുചിത്വം തീരെയില്ലെന്ന് ഇവിടെ എത്തുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാവും. പരിസരത്തെങ്ങും പൊതു ശൗചാലയം ഇല്ലാത്തതിനാൽ മനസ്സില്ലാ മനസ്സോടെയാണ് മാലിന്യ കൂമ്പാരമായി മാറിയ ഈ ശൗചാലയം ആവശ്യക്കാർ ഉപയോഗിച്ചു വരുന്നത്. തുറക്കാൻ ശ്രമിച്ചാൽ പൈപ്പിൽ നിന്നും അഴുക്ക് കൈകളിൽ പുരളുന്ന അവസ്ഥയും ഇവിടെ എത്തുന്നവർ അഭിമുഖീകരിക്കണം. കൈ ശുദ്ധമാക്കി മടങ്ങാമെന്ന് വെച്ചാൽ വാഷ് ബേസിനിലെ പൈപ്പിൽ ആവശ്യത്തിന് വെള്ളവും ലഭിക്കുന്നില്ല. ഇളകി ദിശ തെറ്റിയിരിക്കുന്ന പൈപ്പിൽ നിന്നും എലിമൂത്രം പോലെ വരുന്ന വെള്ളത്തിൽ കൈ കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഏറെ സമയം ചിലവഴിക്കണം. മാസങ്ങളായി ശൗചാലയത്തിന്റെ സ്ഥിതി ഇതുതന്നെയായിരുന്നെന്നാണ് അന്വേഷണത്തിൽ ലഭ്യമായ വിവരം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടെന്നും ശൗചാലയം പൊളിച്ചു പണിയുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതിനാൽ ഇക്കൊല്ലം ആർക്കും ടെൻഡർ നൽകിയിട്ടില്ലെന്നും വൃത്തിയാക്കി നടത്തിക്കൊണ്ടുപോകുന്നതിന് നടത്തിപ്പുകാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് പറഞ്ഞു. ശൗചാലയം പുതുക്കി പണിയാൻ പഞ്ചായത്ത് കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചിരുന്നു. പകരം സംവിധാനം എന്ന നിലയിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇടയ്ക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നതിനാൽ ഇതിനുള്ള ടെൻഡർ നടപടികൾ വൈകി. നടപടികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്, പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.